ഒരു വട്ടം കൂടിയുടെ 10ാം വാർഷികം സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2-3 മാസങ്ങളായി നമ്മൾ അവിടെ അവതരിപ്പിക്കേണ്ട പരിപാടിയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും ഉത്സവത്തിമർപ്പിലാണ്. ഒരു വട്ടം കൂടിയുടെ ഈ ഒരു ആഘോഷം സമുചിതമായി ആഘോഷിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പ്രായത്തിലും വളരെ ഉല്ലാസത്തോടെ ഉന്മേഷത്തോടെ മുമ്പോട്ട് വന്ന പലരുടെയും അഭിപ്രായം. അപ്പം ഈ പരിപാടി വളരെയധികം വിജയകരമാക്കാൻ എല്ലാവരും സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്തൊക്കെ പരിപാടികളാണ് ഇതിൻ്റെ ഭാഗമായുള്ളത്? ഇതിൻ്റെ ഭാഗമായി നമ്മൾ ആദ്യം തന്നെ സ്പോർട്സും ഗെയിംസുമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റ് ഓൾറെഡി ഫിനിഷ് ചെയ്തു. അപ്പോൾ അത് വനിതകളുടെ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടൂർണമെൻറ്റാണ് ആദ്യമായി ചെയ്തത്. അപ്പോൾ അതിൽ 60 വയസ്സും 60-ൽ കൂടുതൽ പ്രായമുള്ള വനിതകളുമായിരുന്നു പ്രധാനമായും പരസ്പരം ഏറ്റുമുട്ടിയത്. ഊർജ്ജസ്വലരായ അവരുടെ ഈ കളി കണ്ടപ്പോൾ തന്നെ അവരുടെ കൂടെയുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളിൽ ഓരോരുത്തർക്കും വളരെയധികം ശക്തി പകരുന്ന ഒരു നിമിഷമായിരുന്നു അത്. അതിനെ തുടർന്ന് നാളെ സ്പോർട്സ് മീറ്റ് നടത്തുകയാണ്. സ്പോർട്സ് മീറ്റ് ഒളിയത്തൊടുക്ക ടർഫ് കോർട്ടിൽ വെച്ചാണ് നടത്തുന്നത്. ആ സ്പോർട്സ് മീറ്റിന് ശേഷം വൈകുന്നേരം 4 മണിക്ക് ഒരു വിളംബര ജാഥ കൂടി നടത്തുന്നുണ്ട്. അതായത് കാസർഗോഡ് ഗവൺമെൻറ് കോളേജിന് തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിന് സമീപത്തു നിന്ന് ആരംഭിക്കുന്ന വിളംബര ജാഥ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ സമാപിക്കും. അതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള ദേശീയ അത്ലറ്റ്സാണ്. അപ്പോൾ ദേശീയ അത്ലറ്റ് പദവികളിൽ വിരഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും ഈ 60-ാം വയസ്സിലും പലരും ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഗ്രൂപ്പിൻ്റെ ഒരു ഊർജ്ജസ്വലത. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു അവസരത്തിൽ എല്ലാവരും മുന്നോട്ട് വന്ന് നമ്മുടെ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ, അതിവേഗം ജോലി നേടാൻ ശ്രീശങ്കരാചാര്യ. ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. കോൺടാക്ട് 8547508088.